ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരും വികൃതനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗം തന്നെ യശപ്രവചനം 40 യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും താണും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി വരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. നമ്മൾ 3 വിഷയങ്ങളെ സംസാരിച്ച്, ഒന്ന്, നമ്മുടെ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകൾ സംസാരിക്കുക, അഭിഷിക്തന്മാർക്കെതിരെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക. 2, ദുഷ്ചിന്തയെപ്പറ്റി സംസാരിച്ചു. 3, കുലപാതകം, സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകനാകുന്നു. എന്നാൽ 4-മത്തത്, ഈ സഹോദരനെ കൊലപാതകനെ വ്യക്തി എങ്ങനെ സഹോദരനെ സ്നേഹിക്കാം. ഇന്ന് 4-മത്തെ കാര്യം നമ്മൾ സ്നേഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അനേകർ പ്രാർത്ഥിക്കണം. മകളുടെ വിഷയം പഠിക്കുന്നു, മകളുടെ ഇന്ന വിഷയങ്ങൾ പഠിക്കുന്നു. കർത്താവേ, ആ എക്സാം പാസ്സാകണമെന്ന് പറഞ്ഞ് അനേക പിതാക്കന്മാർ പ്രാർത്ഥിക്കണം. അതപേക്ഷിച്ചു. ജർമ്മനി പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇറ്റലിയിൽ, യൂറോപ്പിൻ്റെ മണ്ണിൽ, അമേരിക്കയിൽ പോകുവാൻ. അങ്ങനെ അനേക സഹോദരന്മാർ, അനേക വിഷയത്തിൽ ഭാരപ്പെടുന്ന അനേക പിതാക്കന്മാരുണ്ട്. കർത്താവേ, ആ കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയങ്ങളും അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ എക്സാം പാസ്സായി വിദേശങ്ങളിലേക്ക് പോകുവാൻ, യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ സഹോദരനെ നമ്മൾ സ്നേഹിക്കുന്നവരായി മാറണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിക്ഷേപം സ്വരൂപിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നീ സഹോദരനെ സ്നേഹിക്കുന്നവനായി, സഹോദരനെ സ്നേഹിക്കുന്നവനായി, ജോലി ചെയ്യുന്നവരെ സ്നേഹിക്കുന്നവനായി മാറണം. 1 യോഹന്നാൻ 4:7 മുതൽ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനല്ലോ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു, ദൈവം അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനായ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി അയച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനായ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചു. താൻ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി മാറണം. 1, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ ക്രമപ്പെടുത്തുന്നവർ. 2, നമ്മൾ ദുശ്ചിന്ത എന്നുള്ള ആ ചിന്തയെ നമ്മൾ ജയിക്കുന്നവരായി മാറണം. 3, സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകനാകുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നവനായി മാറണം. 4,
സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതിന് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായി, അന്യോന്യം ബഹുമാനിക്കുന്നവരായി മാറണം. 1 യോഹന്നാൻ അതിൻ്റെ 4:17 മുതൽ ഇങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞു വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായ ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്താൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവനാദ്യം നമ്മോട് സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ സഹോദരനെ സ്നേഹിക്കുന്നവനായി മാറണം. സഹോദരനായിക്കൊള്ളട്ടെ, ഏത് മതത്തിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, അതൊരു ഇസ്ലാം വിശ്വാസിയാകട്ടെ, ഹൈന്ദവ വിശ്വാസിയാകട്ടെ, അവൻ നിൻ്റെ സഹോദരനാണ്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവനെ സ്നേഹിക്കണം. അവൻ്റെ ജീവിതത്തിൽ നിന്നെക്കൊണ്ട് സഹായിക്കാവുന്ന എന്ത് പറ്റും, നിന്നിൽ കൊണ്ട് സഹായിക്കുന്നത് അവനെ സഹായിക്കുക. സ്നേഹമെന്ന് വാക്കിനാൽ പറയുന്നത് മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ ചെയ്യുന്നതാണ് സ്നേഹം. ദൈവം അതാണ് പഠിപ്പിച്ചത് നമ്മളെ. കർത്താവ് സ്നേഹിച്ചത് തൻ്റെ ജീവൻ നമ്മൾക്ക് വേണ്ടി നൽകിക്കൊണ്ട്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മാനവരാശിക്ക് വേണ്ടി അവൻ വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ആ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ സ്നേഹവും അതുപോലെ സാർത്ഥതയില്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. മലപ്രസംഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ പുരുഷാരങ്ങൾ കൂടി 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അല്ലാതെ അനേകരെ കൂടിയപ്പോൾ സന്ധ്യയായ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ഇവരെ പറഞ്ഞു വിട്ടാലും ഇവർ പോയി ആഹാരം കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇവർ വലഞ്ഞു പോകും, ഇവർ വീണു പോകുമെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അത് 5 അപ്പവും 2 മീനുമല്ല, വേറെ ഒന്നുമില്ല. അതിവിടെ ഒരു ബാലൻ്റെ കയ്യിലുണ്ട്, അത് കൊണ്ടുതരുവാൻ പറഞ്ഞു. യേശു അതെടുത്ത് വാഴ്ത്തി 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ദൈവം ആ സ്നേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ക്രൂശിൽ ചുമന്നുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ അവിടുന്ന് സ്നേഹം പ്രദർശിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ ജീവിതത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നവരായി, രക്തബന്ധങ്ങളോട് സ്നേഹിക്കുന്നവരായി മാറണം. നിൻ്റെ രക്തബന്ധത്തോട് നീ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, നിൻ്റെ സഹോദരനോട് നീ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, നിൻ്റെ ബന്ധുമിത്രാദിയോട് നീ പിണങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധ്യമല്ല. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും താണും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചുവയായി ദുർഗണങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ആമോസിൻ്റെ 5:13 മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു, ദുഷ്കാലമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ.
നിങ്ങൾ ജീവിക്കേണ്ടത് നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നിന്നിൽ നിലനിൽക്കേണ്ടതിന് നീ തിന്മയല്ല നന്മ തന്നെ ചെയ്യണം. നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ? നിൻ്റെ കൂട്ടു സഹോദരന് നീ മഹാസമ്പന്നനായ വ്യക്തിയാണോ? നീ സമ്പത്തുള്ള വ്യക്തിയാണോ? കൂട്ടു സഹോദരന് ഞെരുക്കവും പ്രയാസം വരുമ്പോൾ നീ നിൻ്റെ വാക്കിനാൽ പറയുന്നത് മാത്രമല്ല പ്രവൃത്തിയിൽ ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന വ്യക്തിയായി മാറും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മയെ ഉദ്ദേശിച്ച് ഗോപുരത്തിൽ ന്യായം നിലർത്തുവിൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസഫിൽ ശേഷിപ്പുകളെ കൃപ കാണിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ അത് നന്മ ചെയ്യുന്നവരായി മാറണം. നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ? നിൻ്റെ കൂട്ടു സഹോദരന് ഞെരുക്കം കണ്ട് പ്രയാസം കണ്ട് നീ അനേക പൈസകൾ അനേക സമ്പത്ത് അക്കൗണ്ടിലിട്ടിട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? ഒരുപക്ഷെ നിൻ്റെ അടുത്ത് ഞെരുക്കത്തിലിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പം നിൻ്റെ സാമ്പത്തിക ശേഷി അറിയത്തില്ല. എന്നാൽ നിൻ്റെ ഫൈനാൻസ് മേഖലകൾ അറിയുന്ന മറ്റ് 2 വ്യക്തികളുണ്ട്. ഒന്ന് എൻ്റെ കർത്താവിനറിയാം, 2 നിൻ്റെ ശത്രുവായ പിശാചിനറിയാം. വളരെ ജാഗ്രതയായിരിക്കണം. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിലുള്ള ലഭിച്ച അഭിഷേകം നിനക്ക് കിട്ടിയ അഭിഷേകം നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കിട്ടിയതുകൊണ്ട് തൃപ്തരാകരുത്, അത് നിലനിർത്തുവാൻ. അത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കും? അത് മറ്റുള്ളവനെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെ ആദരിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രാർത്ഥിക്കുവാനും നമ്മൾ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. അത് നമുക്ക് നിത്യതയിൽ പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പാപത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിലനിൽക്കേണ്ടതിന് നിങ്ങൾ തിന്മയല്ല നന്മ തന്നെ ചെയ്യുവൻ. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. ആ ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് ആ മഹത്വം നിലനിൽക്കണമെങ്കിൽ നീ തിന്മയല്ല നന്മ ചെയ്യുക. നിനക്ക് നന്മ ചെയ്യുവാൻ ദൈവം അവസരം തരുമ്പോൾ നീ കണ്ണടച്ച് മാറിയാൽ നീ ന്യായവിസ്താരത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അതൊന്ന്. രണ്ടാമത് നിന്നുള്ള അഭിഷേകം നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ പഠിച്ചു നമ്മുടെ വാക്കുകൾ ലാവണ്യമായി ഉപയോഗിക്കുക, അഭിഷക്തന്മാരെ ശ്രേഷ്ഠരെന്നെണ്ണുക. 2, ദുശ്ചിന്തയെ പറ്റി പഠിച്ചു. 3, കുലപാതകമെന്താണ്? സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകനാകുന്നു. 4, സ്നേഹത്തെ പറ്റി പഠിച്ചു. നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായി വാക്കിനാൽ പറയുന്നതല്ല, ഞെരുക്കത്തിലിരിക്കുന്നവനെ സഹായിക്കുന്നവരായി മാറണം. 5, നമ്മൾ കാത്തിരിക്കണം. തൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണുന്നത് ശിഷ്യന്മാർ കാത്തിരുന്നത് പോലെ കാത്തിരിക്കുവാൻ, ക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കണം. ഇപ്പോൾ 5 കാര്യം നമ്മൾ പഠിപ്പിച്ചു. അതേ ക്ഷമയോടെ കാത്തിരിക്കുക. 1, നിങ്ങളുടെ വാക്കുകൾ ലാവണ്യമായി ഉപയോഗിക്കുക. മറ്റുള്ളവനെ സമാധാനപ്പെടുത്തുന്ന, സമാധാനവും സന്തോഷവും ധൈര്യവും നൽകുന്ന വാക്കുകൾ പുറപ്പെടട്ടെ. 2, അതേ നിൻ്റെ ജീവിതത്തിൽ ദുശ്ചിന്തയുള്ള ആ ക്രിയയിൽ നിന്നും നീ മോചിതനാകണം. ദുശ്ചിന്തയെപ്പറ്റി സംസാരിച്ചു. 3, നമ്മൾ കുലപാതകൻ എങ്ങനെ ആകുന്നു? സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകനാകുന്നു. 4, അതിൽ നിന്ന് എങ്ങനെ മോചിതനാകാൻ പറ്റും? നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹത്തെപ്പറ്റി പറഞ്ഞു. 5, നമ്മൾ കാത്തിരിക്കണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്.
മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനമായി നിൽക്കുമ്പോൾ അനേകരെ കഷ്ടതയിൽ ഭാരത്തിലിരിക്കുന്നു. അനേകരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ട്. തൻ്റെ മകൾ ജർമ്മനിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ, അതിൻ്റെ ടെസ്റ്റ് എഴുതുന്നു. ആ പ്രിയ പിതാവിൻ്റെ ആഗ്രഹം അറിയുന്നു. കർത്താവെ, അതിൻ്റെ മേൽ അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിച്ച് മകൾ ഇനി ടെസ്റ്റ് എഴുതുമ്പോൾ കർത്താവെ അത് പാസ്സാകുവാൻ സ്വർഗം സഹായിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ പ്രാർത്ഥിക്കണം. അതേ കടഭാരത്തിലിരിക്കുന്നു, വീടിൻ്റെ ലോഡും ജപ്തിയുടെ അവസ്ഥകളുണ്ട്. അതുപോലെ കുഞ്ഞിനെ പഠിക്കുവാൻ ഫൈനാൻസ് മേഖല വേണം. എല്ലാ വിഷയങ്ങളും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരം അതിൻ്റെ മേൽ പ്രവർത്തിച്ച കൃപയ്ക്കായി എല്ലാ വിഷയത്തിൻ്റെ മേൽ അവിടെ നിന്ന് വിടിവെച്ച് ജപ്തിയുടെ അവസ്ഥകളെ മാറ്റി അതിൻ്റെ മേൽ ഫൈനാൻസ് മേഖലകളെ തുറന്നതിനായി നന്ദി പറയുന്നു. മകൾ പഠിക്കുന്ന വിഷയത്തിന് മേൽ ആ എക്സാം പാസ്സാക്കുവാൻ സ്വർഗം അതിൻ്റെ മേൽ വഴികളെ തുറന്നതിനാൽ ആ വിഷയത്തിന് മേൽ അത്ഭുതങ്ങളെ ചെയ്തതിനായി നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, യൂറോപ്പിൻ്റെ മണ്ണുകളിൽ കഷ്ടതയിൽ ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ദാരിദ്ര്യങ്ങളും അവരുടെ ഭവനമണ്ഡലത്തിൽ നിന്ന് മാറട്ടെ. ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു. അനേകർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് സാലറി കിട്ടുവാൻ അവസ്ഥകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കിട്ടുവാനുള്ള സാലറികൾ കിട്ടുവാനിടവരട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ എല്ലാ അശുദ്ധികൾ മാറട്ടെ. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഓരോ കുടുംബത്തെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.